വൈറ്റനിങ് ക്രീം. ഓൾറെഡി ഇതുപോലെ ക്രീമിനെ കുറിച്ചിട്ട് നമ്മുടെ സൺസ്ക്രീം ഉണ്ടല്ലോ, ഓർമ്മ കാണുമായിരിക്കും. നമ്മുടെ ഒരു യൂട്യൂബർ പ്രൊമോട്ട് ചെയ്ത ഒരു സൺസ്ക്രീം, അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വന്നേക്കുന്നത് ഒരു വൈറ്റനിങ് ക്രീമിനെ കുറിച്ചിട്ട് പറയാനാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറൊരു യൂട്യൂബർ ഒരു വൈറ്റനിങ് ക്രീം മേടിച്ചു. ഇനി അവർക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കേൾക്കാം. ഈ ഒരു ക്രീമിന്റെ റേറ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 1499 ആയിരുന്നു. സോറി, ഞാൻ നോക്കട്ടെ. ഈ 1499 രൂപയായിരുന്നു ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ വാങ്ങുന്ന സമയം എനിക്കായത്. പിന്നെ ഷിപ്പിംഗ് ചാർജ് എന്തെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ആ ഒരു പ്രൈസ് റേഞ്ചിലായിരുന്നു ഇതെനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഫേസിലുള്ള ടാൻ എല്ലാം മാറി, കറുത്ത പാടുകളും ഡിസ്കളറേഷനും ഒക്കെ കംപ്ലീറ്റ്ലി മാറും. ഏകദേശം ഒരാഴ്ച കൊണ്ട് 7 ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഫേസിൽ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റുമെന്നായിരുന്നു അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ ഇതുപോലെ ക്രീമുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഫേസ് പാക്ക്, ഫേസ് ക്രീം, ഇതുപോലുള്ള കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊട്ടും താല്പര്യമില്ല. കാരണം അവരൊരു പ്രൊഡക്റ്റ് ജനങ്ങളിലോട്ട് എത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ ചാനൽ കാണുന്ന ആൾക്കാരിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള ബെനിഫിറ്റുകൾ കിട്ടുന്നുണ്ട്. ഈ ക്രീം കൊണ്ട് വെറുതെ ഒരാളും പ്രൊമോട്ട് ചെയ്യാൻ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ അവരത് വാങ്ങിക്കത്തില്ല. അവർക്ക് അതിനുള്ള എമൗണ്ട് അവരുടെ അക്കൗണ്ടിൽ എത്തുന്നുണ്ട്. അവരുടെ ചാനൽ കാണുന്ന ആൾക്കാർ അവരെ വിശ്വസിച്ച് അത് വാങ്ങിച്ച് യൂസ് ചെയ്ത് പണികൾ മേടിക്കുന്നു എന്നല്ലാണ്ട് അവർക്ക് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. വാങ്ങിയതിന് ശേഷം 1 ദിവസം ഇട്ടു, 2 ദിവസം ഇട്ടു, റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒരാഴ്ച ഇട്ടു. ഒരാഴ്ച ഇട്ടിട്ടും എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഉണ്ടായില്ല. സോ ഞാൻ റിസൾട്ട് കിട്ടാൻ വേണ്ടി ടൈം എടുക്കുമായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞാനും എന്തോ എൻ്റെ പൊട്ട ബുദ്ധിയിൽ തോന്നിയിട്ടുള്ളൊരു കാര്യമായതുകൊണ്ട് ഞാനും ഒരു 2 ആഴ്ച കണ്ടിന്യൂസ്ലി ഈ ഒരു പ്രോഡക്റ്റ് ഇട്ടു. അങ്ങനെ ഇട്ടിട്ടൊരു 2 ആഴ്ച ടൈം കഴിഞ്ഞു. ആ ടൈം കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ ഫേസിൽ അത്യാവശ്യം നല്ല രീതിക്ക് പിമ്പിൾസ് വരാൻ തുടങ്ങി. പിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഫേസ് ഫുൾ, അതായത് ഈ ഒരു കവളിന്റെ 2 കവളിന്റെ ഭാഗത്തും ഈ ഒരു നെറ്റിയുടെ ഭാഗത്തും തൊടാൻ പറ്റാത്ത രീതിക്കുള്ള കുരുക്കൾ എൻ്റെ ഫേസിൽ 2 ആഴ്ച കഴിഞ്ഞിട്ട് വരാൻ തുടങ്ങി. ഓ മൈ ഗോഡ്, എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ ഫേസ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആൻഡ് ക്ലിയർ സ്കിൻ ആയിരുന്നു. അപ്പൊ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞത് ഒരു 2 ആഴ്ച ടൈമൊക്കെ കഴിഞ്ഞപ്പോൾ ഫേസിന്റെ ആ സോഫ്റ്റ്നെസ് ഒക്കെ കംപ്ലീറ്റ്ലി മാറി. ഫേസ് ഭയങ്കര ഡ്രൈ ആയി. അത് മാത്രമല്ല ഭയങ്കര രീതിക്ക് ഈ വലിഞ്ഞു മുറുകുന്നൊക്കെ പറഞ്ഞിട്ടില്ല, അങ്ങനത്തെ ഒരു ഫീൽ. പിന്നെ തൊടുമ്പോൾ തന്നെ ഭയങ്കര ഹാർഡായി മാറി. ഈ ക്രീം വേറെ ആരുടെ അല്ല, നമ്മുടെ ബഷീർ ബാസി, ബിഗ് ബോസ് താരം ഉണ്ടല്ലോ, അവരുടെ ഒരു വൈറ്റനിങ് ക്രീം. അത് വാങ്ങിച്ച് യൂസ് ചെയ്ത ഒരു വ്യക്തിയുടെ അനുഭവമാണ് ആളിവിടെ വന്ന് പറഞ്ഞത്. ഇനിയിപ്പോൾ ഇത് ഞങ്ങളെടുത്ത് റിയാക്ട് ചെയ്തതിൻ്റെ പേരിൽ ബഷീർ ബാസി കൊണ്ടുപോയി കേസ് കൊടുക്കും. ആ കാര്യം എന്തായാലും ഉറപ്പാണ്. എന്തായാലും കൊണ്ടുപോയി കേസ് കൊടുക്കും, അല്ലെങ്കിൽ ചാനൽ അങ്ങ് അടിച്ചു പൂട്ടാനുള്ള കാര്യങ്ങൾ ചെയ്യും. ഇപ്പം ഈ വന്ന പിമ്പിൾസ്, ഇതൊക്കെ അതിലുള്ള കെമിക്കൽ റിയാക്ഷൻസ് ആണ്. അത് ഇനി മാറാൻ വേണ്ടിയിട്ട് ഏതൊക്കെ ഡോക്ടറെ കാണണം, അവരുടെ കയ്യിൽ നിന്ന് ഏതൊക്കെ മരുന്ന് തേക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. കുരുക്കൾ, എൻ്റെ ഫേസ് ഫുൾ കുരുക്കൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രീതിക്കുള്ള ഒരു കുരുക്കളായിരുന്നു. ഈ പിമ്പിൾസ് വന്നിട്ട്, ഈ പിമ്പിൾസ് സാധാരണ രീതിക്കുള്ള പിമ്പിൾസ് അല്ലാന്ന് തോന്നുന്നു. കാരണം ഈ തൊടുന്ന സമയത്ത്, ഈ പിമ്പിൾസിലൊക്കെ ഞാനിങ്ങനെ കൈ വെച്ച് തന്നെ തൊടുന്ന സമയത്ത് ഭയങ്കര ഒരു വേദന എനിക്കുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഒരു ക്രീമിന്റെ അഡ്വർടൈസ്മെന്റിലൊക്കെ ഞാൻ കണ്ട് നമ്മുടെ ഫേസിലുള്ള ഡിസ്കളറേഷൻ ഒക്കെ മാറി, പിഗ്മെന്റേഷൻ ഒക്കെ മാറി, ടാൻ എല്ലാം മാറി ഫേസ് ബ്രൈറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. പക്ഷെ എന്തുകൊണ്ടെന്ന് അറിയില്ല, എന്റെ ഫേസ് ഇരുന്നതിൽ നിന്ന് നല്ല രീതിക്ക് ഡാർക്കായി. അഡ്വർടൈസ്മെന്റ് ഏതൊരു പ്രോഡക്റ്റ് അവർ പുറത്തിറക്കുമ്പോൾ മാക്സിമം അവർ പരസ്യം ചെയ്യാൻ നോക്കും. എന്നാൽ മാത്രമേ ഇത് സെല്ലായി പോകത്തുള്ളൂ. അതിൽ വിശ്വസിച്ചിട്ട് പോയി അവരുടെ കെണി ചാടുന്ന നമ്മൾ ആരായി എന്ന് മാത്രം ആലോചിച്ചാൽ മതി. ഇനി ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുമ്പോഴും ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. അവർക്ക് പോകാനൊന്നുമില്ല. ക്രീം നിങ്ങൾ വാങ്ങിച്ച് പൈസ അവർക്ക് കിട്ടി, അത് അവരുടെ പോക്കറ്റിലായി. ഇനി എന്തെങ്കിലും അവർക്ക് നഷ്ടപ്പെടാനുണ്ടോ? ഇല്ല. നഷ്ടപ്പെടാനുള്ളത് നമുക്ക് മാത്രമാണ്. അത് ആലോചിച്ചിട്ട് ഓരോന്ന് വാങ്ങിച്ച് തേക്കുന്നത് എന്തായാലും നന്നായിരിക്കും. അത്രേ ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. ശരി, എന്നാൽ ടാറ്റാ.